അതെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ഫുഡ് ബ്ലോഗായിട്ട് വന്നിരിക്കും. നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സ്റ്റഫ്ഡ് നൂഡിൽ സാൻഡ്വിച്ച് എന്നാണ് എൻ്റെ പേര്. ഇത് ആര് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ സനു പത്മനാഭൻ, അതായത് ഞാൻ തന്നെ. അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ചെറിയ നൂഡിൽസാണ്, ചെറിയൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം. കമോൺ, റെഡി. അപ്പോൾ അതിനായിട്ട് ഞാൻ കൊറിയൻ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള നൂഡിൽസാണ്. പിന്നെ ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്, ബട്ടറുണ്ട്, ചീസുണ്ട്, 3 ബ്രെഡുണ്ട്, ഒരു മുട്ടയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ബ്രെഡ് മുട്ടയ്ക്കകത്ത് നിന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിരിക്കണം. Shit bobbing up and down, yeah, shit so damn good. When I be on it, I be feeling so good. Blue when you should coke Saturday, I be feeling every moment till I marry you. Regret I had a dinner, I just yeah, I mean that shit, every word that I said. I mean that shit, I say I hate your ass, I hate your ass till my stomach, ഗൈസ്, അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് നൂഡിൽസ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. സ്റ്റഫ്ഡ് നൂഡിൽസ് സാൻഡ്വിച്ച് ഞാനിത് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ സാധാ നൂഡിൽസ് വെച്ചും ഇതുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കൊറിയൻ നൂഡിൽസ് ആണ്. ഇതെനിക്ക് എൻ്റെ കസിൻ കൊണ്ടു തന്നതാണ് കാനഡയിൽ നിന്ന്. അപ്പോൾ ഞാൻ അല്ലാതെയും കഴിച്ച് നോക്കി. നല്ല സ്പൈസിയാണ് സാധനം. ഞാൻ പിന്നെ സോസ് കുറച്ചേ ഒഴിച്ചോളൂ, ഒരുപാട് എരിവായതുകൊണ്ട് വായിലെ എരി പിന്നെയും സഹിക്കാം. ഈ കയ്യിലൊക്കെ പറ്റുമ്പോൾ കൈ പോയി ഒരു രക്ഷയില്ല, ഭയങ്കര സോപ്പിട്ട് കഴുകിയാലും ആ എരിവ് ഇങ്ങനെ കയ്യിൽ നിൽക്കും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പ്ലെയിൻ ചീസ് യൂസ് ചെയ്തിട്ടില്ല, അല്ലാതുള്ള ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. ഗോ ഫോർ ദ നെക്സ്റ്റ് ബൈറ്റ്. ഒരു തംബ്നെയിൽ ഫോട്ടോ എടുത്തോട്ടെ. കുറച്ച് ചീസ് കൂടെ ഒക്കെ ആഡ് ചെയ്ത്, ചീസ് ഇഷ്ടമുള്ളവർ കുറച്ച് ചീസും കൂടെ ഒക്കെ ആഡ് ചെയ്ത്, കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിച്ച്. Shit bobbing up and down, yeah, shit so damn good. When I be on it, I be feeling so good. Blue when you should coke Saturday, I be feeling every moment till I marry you. Regret I had a dinner, I just wanna puke. എന്നെ പ്രാവായിരിക്കും പിള്ളേര്. And final one, protein shake. പ്രോട്ടീൻ ഷേക്ക് കുറച്ച് തിക്കാണ്. കുറച്ച് പഴം ഞാൻ കൂടുതലിട്ടു. അപ്പോൾ എല്ലാവരും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്. വൈകുന്നേരം ഡിന്നറിന് വേണ്ടത് യൂസ് ചെയ്യാം. പക്ഷേ നൂഡിൽസാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ചീസായാലും എല്ലാം വല്ലപ്പോഴും 1-2 മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ 2 വട്ടമൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് ചെടുത്തു പോകും. സോ എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ, പ്ലെയിൻ ചീസ് ഉണ്ടെങ്കിൽ ഈ സാധനം നല്ല സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇരിക്കും അതിനകത്ത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്പ്ലിറ്റായി പോകും. അപ്പം കുറച്ച് അതിനകത്ത് പ്ലെയിൻ ചീസും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഒനിയനും ടൊമാറ്റോയും കുറച്ച് ക്യുക്കുംബർ പിന്നെ കുറച്ച് ക്യാബേജിൻ്റെ ചെറിയ ചോപ്പ് ചെയ്ത പീസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിച്ച് ഫീൽ കിട്ടും. എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ആഡ് ചെയ്യണ്ട. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏത് ഫ്ലേവറാണ് നിൽക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്കിതിനകത്ത് മെയിൻലി കിട്ടേണ്ടത് നൂഡിൽസിൻ്റെ ഫ്ലേവർ തന്നെയാണ് ഫ്രണ്ടിൽ നിൽക്കേണ്ടത്, ചീസിൻ്റെയും. സോ നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കി ഐറ്റംസ് കുറച്ചിട്ടാൽ മതി. ഉള്ളി ആയാലും ടൊമാറ്റോ ആയാലും ചെറിയ പോർഷൻ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഉള്ളിക്കകത്തോട്ട് പോകും ഫ്ലേവർ കൂടുതലായിട്ടും. നമുക്ക് ആ നൂഡിൽസിൻ്റെയും ചീസിൻ്റെയും ടേസ്റ്റിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാതായി പോകും. സോ കുറച്ച് യൂസ് ചെയ്യേക്കാം. പിന്നെ വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്, അപ്പോഴും ഫ്ലേവർ മാറും. സോ ബട്ടർ തന്നെ യൂസ് ചെയ്തിട്ട് ബ്രെഡ് ടോസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പുതിയ എന്തെങ്കിലും ഐറ്റംസ് കുറേ ഉണ്ട് മനസ്സിൽ, ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതേപോലെ സമയം കിട്ടുമ്പോൾ ഞാൻ അടുത്ത ഐറ്റവുമായിട്ട് വരുന്നതായിരിക്കും. സോ വീണ്ടും കാണുന്നവരെ റെഡി ബൂം ബാം.